അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങൾക്ക് ധൃതിപ്പെടല്ല. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റോജി എം ജോൺ കേരളത്തിലെ എംപിമാർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അടിസ്ഥാനം പറഞ്ഞ ബില്ലിന് എതിരെ വോട്ട് ചെയ്യണം. ഇപ്പോഴത്തെ നിലയിൽ അത് വന്നു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്റ്റേറ്റിന്റെ പവർ എടുത്തു മാറ്റും, സെൻട്രലിന് കൂടുതൽ പവർ ഉണ്ടാവും എന്നാണ് അത് പറയുന്നത്. അല്ല, ഇവിടെ ഇപ്പോ നേരെ വന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും വലിയ കുഴപ്പം കാണിച്ചത് കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഗവർണറാണല്ലോ. ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ടല്ലോ. MG യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി VC-മാരുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിൽ UDF ഗവൺമെന്റ് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? അതോടൊപ്പം തന്നെ ആ സെനറ്റിന്റെ പുനഃസംഘടന എല്ലാം സംഘപരിവാറുകാരെയല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മൾ അത്തരം നടപടികളെ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ സംഘർഷത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നവര് മറ്റു ചിലത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ആത്മാർത്ഥയോടെയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രം. ഈ പറഞ്ഞതിനോട് വേറെ വിയോജിപ്പൊന്നുമില്ല. അത്തരം ഒരു ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതിന് വേറെ സംശയമൊന്നുമില്ല. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങൾക്ക് ധൃതിപ്പെടല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രതികരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തവര് പറയുന്നതിനോട് വലിയ തോതിൽ മുഖവിലക്കെടുക്കാൻ ആൾക്ക് പറ്റില്ല.